എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൾഫ് പെട്ടി വീണ്ടും വന്നിട്ടുണ്ട്. ഗൾഫ് പെട്ടി മാത്രമല്ല കേട്ടോ, അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് കുറച്ച് ദിവസമായി വന്നിട്ട് ഞങ്ങൾ ക്വാറന്റൈനിലായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ്സും അതൊക്കെ ഞങ്ങൾ തിന്നു തീർത്തു. പിന്നെ പെട്ടിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, എവിടെ പോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കിട്ടിയ സാധനങ്ങളൊക്കെ വാരി കൂട്ടിയിട്ട് നമ്മുടെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് നമ്മുടെ ഗൾഫ് പെട്ടി അൺബോക്സിങ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പാർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, മുന്നേ അച്ഛൻ അയച്ചിരുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കാണാൻ വളരെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് ഇന്ന് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ. എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനിട്ട് ആ ബോക്സിൽ ഇട്ട് വെക്കാൻ പോകണം. അപ്പോൾ ഇതൊരു ലൈറ്റാണ് കേട്ടോ അതിന് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും നല്ല യൂസ്ഫുൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് വരും. എനിക്കായാലും ഇങ്ങനെ വേണമെങ്കിൽ ശരിക്കും ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. നല്ല ഇപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. അപ്പം ഇത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതാണ് ആദ്യത്തെ കേട്ടോ. ആദ്യത്തെ അല്ല, ഇത് ഞാൻ കയ്യിൽ കിട്ടിയത് ഞാൻ കാണിച്ചെന്നുള്ളൂ. പിന്നെ കുറച്ച് ഈ എന്താ പറയുക സ്പ്രേസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം സെയിം പോലത്തെയാണ്. ഇത് വുമൺസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലുണ്ട്. ഇത് ഗ്ലാസിന്റെ ബോട്ടിലാണ്. ഇത് അച്ഛനെ എന്തിൻ്റെയോ കൂടെ ഫ്രീ കിട്ടിയതാണ് എന്തോ പറഞ്ഞു ഓർമ്മയില്ല. അത് നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ ശരിക്കും ചെറിയ ബാഗിലൊക്കെ കൊള്ളിക്കാൻ പറ്റിയ ഒരു ചെറിയ ഇത്. അപ്പൊ ഇത് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സാധനമാണ് അച്ഛൻ യൂസ് ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ അച്ഛനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അച്ഛൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വാസലിന്റെ ഹെയർ ടോണിക്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം അച്ഛൻ ഡൈ ചെയ്യണത് ഈ ഒരു ബ്രാൻഡ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാട്ടോ. അച്ഛൻ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള കുറച്ച് സ്പ്രേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അച്ഛൻ്റെ ഷെൽഫിൽ പോയിട്ട് ഇപ്പോൾ എല്ലാം വാരി കൂട്ടി കൊണ്ടുവന്നതാണ്. ഇതൊന്നും പൊളിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടെണ്ണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു 2 പാക്ക് ഉണ്ടായിരുന്നു. അവരെ ഞാൻ പൊട്ടിച്ച് വെച്ചു. ഇത് ലോറിയലിൻ്റെ ഷാംപൂ. പിന്നെ എന്താണ് ഫോൺ, കസിൻസിന് 2 ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മായിമാർക്ക്. ഇത് ഒരു അമ്മായിക്ക് നോക്കിയയുടെ ഏതാ മോഡൽ എന്നൊന്നും എനിക്കറിയില്ല, നോക്കിയയുടെ ഒരു ഫോൺ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു ഫോണും കൂടി ഉണ്ട് ചെറുത്. അതും എനിക്ക് ഏതാ സംഭവം എന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അത് വേണമെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം 2 ഫോൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമുക്ക് നെസ്കഫേയുടെ ഒരു കോഫി 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ യൂസ് ചെയ്യാണ് ഇവിടെ. പിന്നെ ഇതേ കുട്ടികൾക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള മാസ്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കുറേ ഈ എന്താ പറയുക കുറേ ഉണ്ട് കണ്ടോ. 2 ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിയൂസബിൾ അല്ല, നമുക്ക് യൂസ് ആൻഡ് ത്രോ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ മാസ്കുകൾ. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു 2 ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ കൊണ്ടുവരാറുള്ള പോലെ തന്നെ മൂവ്, അതുപോലെ തന്നെ വലിയൊരു ബാറ്ററി, പിന്നെ മൗത്ത് വാഷ്, അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ജസ്റ്റ് ഇത് പിന്നെ ഇപ്പോൾ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിരിപ്പിക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്, അടിപൊളി ബാഗ്. നല്ല രസമുണ്ട് അല്ലേ. അത്യാവശ്യം വലിയൊരു ബാഗാട്ടോ. ഞാൻ ബാഗ് കളക്ഷൻ എന്തായാലും ചെയ്യാം. അപ്പം അച്ഛൻ കൊണ്ടുവന്ന കുറേ ബാഗുകൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ഒരു ബാഗ് കളക്ഷൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ബാഗ് ഉണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ട്, ഇത് കുറേ ഹസ്ബൻഡിനും ടീഷർട്ട് ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് ഇത് ശരിക്കും ഒരു ലേഡീസ് വെയർ ടീഷർട്ട് പോലെ തോന്നി. അപ്പം ഞാനിത് അടിച്ചു മാറ്റി. അപ്പോൾ ഇത് ഒരു യെല്ലോ ടീഷർട്ട്. എനിക്ക് യെല്ലോ കളർ ഈ വൈറ്റും ആയപ്പോൾ നല്ല ശരിക്കും ഈ ഒരു ടീഷർട്ടിൻ്റെ പോലെ തന്നെ നല്ലൊരു രസമുള്ള അതേ സെയിം മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇത് മാത്രം കേട്ടോ, വേറൊക്കെ എവിടെയാണോ അറിയില്ല. പിന്നെ ഇത് ഒരു പാനസോണിക്കിൻ്റെ ഇത് ഡ്രയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രൈ ചെയ്യാറില്ല, വേറെ പല യൂസിനും. ഇപ്പോൾ വെള്ളം തട്ടിപ്പോയി, ഇപ്പം തന്നെ വെള്ളം ഇവിടെ സോഫയിൽ തട്ടിപ്പോയി. അപ്പോൾ ഡ്രൈ ചെയ്യാനും ഞാൻ മോസ്റ്റ്ലി ഡ്രൈ ചെയ്യാറില്ല, മുടി അങ്ങനെ ഹീറ്റ് ചെയ്യാറില്ല. അപ്പം ഇതും പക്ഷേ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ കൊണ്ടുവന്നത് ഇതാണ് കേട്ടോ. ഇത് ഹെഡ്സെറ്റ്, അടിപൊളി ഹെഡ്സെറ്റ് കേട്ടോ. നല്ല ബ്ലൂ കളർ, നല്ല ലുക്കുള്ളതാണ്. അപ്പോൾ ഇത് പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് സിങ്ക് ശരിയാവുന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം. എന്നാലും പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. JBLന്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ
അത്യാവശ്യം നല്ല വിലയുടെ തന്നെയാണ്. പിന്നെ 2 ബാഗുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെറുതെ പ്ലെയിൻ ബാഗുകൾ കേട്ടോ, യെല്ലോ കളർ, നല്ല രസമായിട്ടല്ലേ കാണാം. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കളി മാത്രം, ഇങ്ങനെ ഒരു കളി. നമുക്ക് ശരിക്കും എനിക്ക് ഇങ്ങനത്തെ ബാഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും ഉണ്ട്, ബ്രൗൺ കളർ. രണ്ടും നല്ല അടിപൊളി ബാഗ്. അതാ ഞാൻ പറഞ്ഞ ബാഗ് കളക്ഷൻ ഞാൻ ഉടൻ തന്നെ കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ട് കേട്ടോ, ഞാൻ സ്പെഷ്യലി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ ഹോട്ട് ബാഗാണ് കേട്ടോ. അയ്യോ ഇത് എന്ത് സുഖമാണെന്നറിയോ, നല്ല അതും പിന്നെ പിങ്ക് കളറ് സോഫ്റ്റ് ആയിട്ട്. ഇതിൻ്റെ വേറൊരു കളറുണ്ട്, അത് എവിടെ പോയെന്നറിയില്ല, ഇവിടെ അമ്മയുടെ കയ്യിലുണ്ട് തോന്നുന്നു. അപ്പോൾ ഇത് എനിക്ക് എന്തായാലും മോസ്റ്റ്ലി പുറമേനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുന്നേ പണ്ട് അച്ഛൻ കൊണ്ടുവന്ന ഏകദേശം കേടാവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ടുവരാൻ സ്പെഷ്യലി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടിഷ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെ, ടിഷ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു റോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ മാസ്ക്, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഇത് ശരിക്കും ജോയിൻ ചെയ്യേണ്ട, കുറേ ഇങ്ങനെ ചെറിയ ഇതായിട്ട് ജോയിൻ ചെയ്യേണ്ട ഒരു ഇങ്ങനത്തെ ഒരു കാറ് പോലത്തെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാല് ഉരയ്ക്കണ സ്ക്രബ്, അങ്ങനത്തെ നെയിൽ കട്ടർ സ്ക്രബ് അങ്ങനത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ല, അത് ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ വരുമ്പോഴാണ് കൊണ്ടുവരാറെന്ന്. ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ കിറ്റ്കാറ്റ് ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചോക്ലേറ്റ്സുകൾ ഗാലക്സിയും അങ്ങനത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ക്വാറന്റൈൻ ആയിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സുകൾ ഞാൻ കാണിക്കണം. ഇത് കണ്ടോ, ഇത് ഈ പിള്ളേര് പറഞ്ഞിട്ടേ, പിള്ളേര് ഈ ഒരു കിൻഡർ ജോയുടെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു 5-6 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ കഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സ് മാത്രം ബാക്കിയുണ്ട്, കുറച്ച് ചോക്ലേറ്റ്സ്. പിന്നെ ഇത് ചോക്ലേറ്റ്, ഇത് 2 ഉണ്ടായിരുന്നു. ഏകദേശം ഒരെണ്ണം കാലിയായി. അപ്പോൾ ഏകദേശം കഴിയാറിയാം. അപ്പം അച്ഛൻ വരുമ്പോഴാണ് ചോക്ലേറ്റ്സ് കൊണ്ടുവരാറ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊന്നും ചോക്ലേറ്റ്സ് കാണിക്കാത്തത്. മെയിനായിട്ട് അത് തന്നെയാണ്, ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ വരുമ്പോൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. പിന്നെ കുറച്ച് മെഡിക്കൽ സാധനങ്ങൾ, ഈ ഒരു ടെമ്പറേച്ചർ നോക്കുന്നത്. ഇത് പക്ഷേ നമുക്ക് യൂസ് ഉണ്ടോ എന്ന് അറിയില്ല. ഇത് ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൾസ് ഓക്സിമീറ്റർ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ എപ്പോഴും ഉണ്ടാകുന്ന പോലെ കുറച്ച് ബദാംസും പിസ്ത, പിന്നെ അതെ എപ്പോഴും കൊണ്ടുവരാറുള്ള പോലെ മൂവ്, പിന്നെ കുറച്ച് ടൈഗർ ബാം, ഇതൊക്കെ എല്ലാ ആൾക്കാരുടെ ഗൾഫുകാരുടെ പെട്ടിയിൽ സ്ഥിരം ഉണ്ടാവുന്ന ഐറ്റംസാണ്. പിന്നെ കുറച്ച് തന്നെ സോപ്പ്, പിയേഴ്സിൻ്റെ സോപ്പും, പിന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഡെറ്റോളിൻ്റെ കുറച്ച് സോപ്പും കൊണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു പേരിന് കൊണ്ടിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലി എനിക്ക് ഉള്ള ഒരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ എനിക്കാണ് ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് കോളടിച്ചേട്ടോ. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. പിന്നെ അടിപൊളി നല്ലൊരു ഷൂ കിട്ടിയിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി സാധനം കേട്ടോ. ശരിക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷൂ. കഴിഞ്ഞ പ്രാവശ്യം വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഈ കളറാണ്. നല്ല ഫ്രീക്കായിട്ട്, പക്ഷേ എങ്ങോട്ടും പോകാനില്ല, അതാണ് വിഷമം. പിന്നെ മോന് ഷൂ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നത്, അടിപൊളി സാധനം കേട്ടോ. അവനും ഭയങ്കര ഇഷ്ടമായി. പിന്നെ മോൾക്കും ഒരു ഷൂ കൊണ്ടുവന്നിട്ടുണ്ട്, ലേഡീസിൻ്റെ ഷൂ, അവൾക്ക് 3 അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഷൂ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടെയാണ്, ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തപ്പിയിട്ട് ഒരു വീഡിയോയും കൂടി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇനി ഞാൻ എല്ലാ കാര്യങ്ങളും കിട്ടണതൊക്കെ എടുത്ത് വെച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് 4th വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്